ഹലോ ഗൈസ്, ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്ര 2 ദിവസമായിട്ട് വീഡിയോ ഇടാട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ട്രിപ്പിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ ട്രിപ്പും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് നമുക്കൊരു സാഡ് ന്യൂസ്, നമ്മുടെ സിവിക്ക് പോയ കാര്യം. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ അക്കൗണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരുത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻ അക്കൗണ്ട് അറിയാതെ കൊടുത്തു പോയതാണ്. അന്നത്തെ ഒരു അറിവില്ലായ്മയിൽ കൊടുത്തു പോയതാണ്. പെട്ടുപോയി ഗൈസ്. ഞാൻ കോയിൻ ജി വർക്ക്സ് എനിക്ക് കുറച്ച് കോയിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കോയിന് വേണ്ടി കൊടുത്തതാണ്. അവൻ പറ്റിച്ച്. പക്ഷെ അവൻ്റെ നമ്പറും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറും ഫോട്ടോ ഒക്കെ റിവീൽ ചെയ്യാനായിരിക്കും. പിന്നെ ഇവൻ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുത്തേ പൊക്കിയിരിക്കും, ഉറപ്പായിട്ടും പൊക്കും. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എന്തായാലും ഒരു പുതിയ സിവിക്ക് എടുത്തു എൻ്റെ വേണ്ടി പോവുക കേട്ടോ. പുതിയ സിവിക്ക് പറയുമ്പോൾ പുതിയ സിവിക്കൊന്നല്ല, നമ്മളൊരു മറ്റേ അടിച്ച് പൊളിഞ്ഞ് നടക്കുന്ന ഒരു സിവിക്ക് എടുത്തു തന്നെ പോവാണ്. അപ്പോൾ ആകെ പൊളിഞ്ഞ് നടക്കുന്ന ഒരു പുല്ലൊക്കെ പിടിച്ച് നടക്കാന്ന് കേട്ടപ്പോൾ ആ ഓണറിൻ്റെ നമ്മൾ വണ്ടി എന്തായാലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വാങ്ങി സേഫ് ആക്കിയിട്ട് നമ്മൾ ഇനി അത് സെറ്റാക്കിയിട്ട് വേണം. കുറച്ച് ടൈം എടുക്കും, എന്നാലും നമ്മൾ പെട്ടെന്ന് നടക്കാൻ നോക്കും വണ്ടി. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാൻ നോക്കും. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന്. വണ്ടി ഇപ്പം എടുത്ത് വരാൻ പറ്റുമെന്ന്, ഓടിച്ചു വരാൻ പറ്റുമെന്ന് ഒന്നും അറിയില്ല. നമ്മുടെ വർക്ക്ഷോപ്പ് തന്നെയാണ് കൊണ്ടുപോയി നേരാക്കുന്നത് കേട്ടോ. നമ്മളെ വർക്ക്ഷോപ്പ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അലോവീലും കാര്യങ്ങളും ഇപ്പോൾ കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. മറ്റേ സിവിക്കിൻ്റെ മറ്റേ സിവിക്ക് അടിച്ചുകൊണ്ട് എടാ ഇവർക്കൊക്കെ എന്തിൻ്റെ ആവശ്യമെന്ന് എനിക്കറിയാത്തത്. എൻ്റെ ഓൾഡ് എൽ സി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇറക്കിയ റിവീൽ ചെയ്ത എൽ സിയും കൂടെ അവൻ റിമൂവ് ആക്കിയേക്കാണ്. അവനോടൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതവൻ കാണുന്നുണ്ടെങ്കിൽ മുത്തേ ഉറപ്പായിട്ടും പൊക്കും, ഞാൻ പൊക്കും ഉറപ്പിച്ച്. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. നമുക്കിവിടെ ഒന്ന് പാർക്ക് ചെയ്തൊക്കെ. ഇതെന്താ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഉള്ളിൽ കയറ്റിടട്ടെ, മേലെ കയറ്റിടട്ടെ. ഇവിടെ കിട്ടെ നമുക്ക് പാർക്ക് ഇട്ടിട്ട് ഇറങ്ങാം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടൊന്ന് നടക്കാട്ടോ, അതാ നല്ലത്. ഇവിടെ വണ്ടി നിൽക്കുന്ന എവിടെ വെച്ചാൽ അവിടേക്ക് നടക്കാം. നമ്മുടെ വണ്ടി അപ്പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അവിടെ ദൂരത്ത് ചെറിയൊരു ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു രീതിയിൽ വണ്ടി കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം കേട്ടോ. ചെറിയൊരു രീതിയിൽ കാണുന്നുണ്ട് വണ്ടി. അവിടെ പുല്ലൊക്കെ പിടിച്ച് അവിടെ ആകെ പുല്ല് പിടിച്ച് കിടക്കാണ്. വണ്ടിക്ക് ചെറിയ തട്ടലും മുട്ടലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് ക്രാക്കാണ്, ആകെ ചെളി പിടിച്ച്. പിന്നെ റൂഫ് ബോക്സ് ഉണ്ട് കേട്ടോ. ഈ റൂഫ് ബോക്സ് നമ്മൾ നിലനിർത്താൻ തന്നെയാണ് പ്ലാന്. എന്തായാലും നമ്മുടെ മറ്റേ സിവിക്ക് അതൊരു പോയൊരു പോക്കാണ്. കാരണം അത്രയും നല്ലൊരു വണ്ടി വേറെ കിട്ടൂല. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത് വണ്ടി നമ്മളെ ഐഡൻറ്റിറ്റി കാർ പോലെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കാർ പോലും നമ്മളെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 2 ഉണ്ടായിരുന്നാവാം, 2 എടുത്ത് ആക്കിപ്പോയി. ഓൾഡ് എൽ സി പറഞ്ഞാൽ കോപ്പി കുറേ ഉണ്ട്. പക്ഷേ സിവിക്ക് പോയതൊരു പോക്കാണ് ഗൈസ്. അപ്പം എന്തായാലും എങ്ങനെയും നമ്മൾ എനിക്കിട്ട് പണി കൊടുക്കും, ഉറപ്പാണ്. ഈ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കട്ടോ. സ്റ്റാർട്ടും കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടും കാര്യങ്ങളായിട്ടുണ്ട്. വണ്ടി നീങ്ങുന്നുണ്ട്. നമുക്ക് ഇത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പ് പോവാതെ നല്ലത്. ഈ റിക്കവറി മാനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ഇത് കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. ഓടും വണ്ടി. വണ്ടിക്ക് അലോയൊന്നും ഇല്ല കേട്ടോ. അലോയി ഒക്കെ വെച്ചിട്ടുണ്ട്. റൂഫ് ബോക്സ് ഒഴികെ ബാക്കി എല്ലാതും വെച്ചിട്ടുണ്ട്. ഒരു കിറ്റും കാര്യങ്ങളും ഇല്ല. വണ്ടി സ്റ്റോക്ക് വണ്ടിയാണ് നിൽക്കുന്നത്. ഒരു കിറ്റും കാര്യങ്ങളും ഇല്ല. എന്തായാലും നമുക്ക് എന്തായാലും വിടാം, നമ്മളെ വർക്ക്ഷോപ്പിലോട്ട് വിടാം. നമ്മുടെ വണ്ടി മറ്റെടുത്തോടുന്നോളും. നമ്മളെ ഫ്രണ്ടിനോടോ ഇല്ലെങ്കിൽ നമ്മളവിടെ പോയി വരുമ്പോൾ നമ്മൾ തന്നെ എടുത്തോളും. സീനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ വണ്ടി അങ്ങനെ വല്ല സ്പീഡിലൊന്നും കയറണില്ല, പതുക്കെ പോകണുള്ളൂ. പിന്നെ വണ്ടി ഓഫാവാതിരുന്നാൽ മതിയായിരുന്നു. വണ്ടി ഓഫായാൽ നമ്മൾ നല്ലൊരു പെഡൽ വിട്ടു. വണ്ടി ഓഫായി കഴിഞ്ഞാൽ നമ്മളത് നല്ലൊരു പെഡൽ വിടും. വണ്ടി ഓഫായിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ പുതിയ ബാറ്ററിയും കാര്യങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടാണ് വണ്ടി അടിയുന്നത് കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല, ഓടുന്നുണ്ട്. പക്ഷെ കയറ്റൊക്കെ കയറുന്നതാണ് സീന്. കയറ്റത്തിൽ വെച്ചൊക്കെ ഓഫായ കുട്ടിങ്ങി നമുക്ക് എന്തായാലും വിട്ട് നോക്കാം. ഇതങ്ങോട്ട് കയറുന്നില്ലടാ. കയറുന്നില്ലടാ. കൊടുക്കുന്നത് ത്രോട്ടിൽ കൊടുക്കുന്നുണ്ട്, ബട്ട് കയറുന്നില്ല. വണ്ടി ഓഫായിട്ടോ. സ്റ്റാർട്ടാക്കാൻ നോക്കട്ടെ. ഇത് സ്റ്റാർട്ടാവുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കയറുന്നില്ലടാ. ത്രോട്ടിലൂടെ ഇത് കയറുന്നില്ല വണ്ടി. എനിക്ക് ഒന്നുകൂടി ഇപ്പോൾ സെറ്റായിട്ടോ. ചെയിന് മറ്റേ ടൈറ്റായിട്ട് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത്.
ചെയിന് സെറ്റാക്കണം. എൻജിൻ സ്റ്റക്കാവുണ്ടെന്ന് ഒന്ന് എങ്ങനെയും നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തി കിട്ടി നമ്മളെ പണിക്കാർ സെറ്റാക്കി തരും. നമ്മൾ പറയുന്ന പോലെ സെറ്റാക്കി തരും. വണ്ടിയുടെ റിവ്യൂലോടെ തന്നെ ഉണ്ടാവും കേട്ടോ. വണ്ടിയുടെ റിവ്യൂലോടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെല്ലാം, പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. യെസ്, നമ്മളെ വഴി ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അടിക്കാനായിട്ട് തിരിക്കട്ടെ കേട്ടോ. വഴി മാറിയതാണ്. നമ്മൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിലല്ല കൊടുക്കുന്നത്, നമ്മളെ വർക്ക്ഷോപ്പിലാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു റണ്ണിങ് കണ്ടീഷൻ സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. പക്ഷെ നമുക്ക് കുറച്ച് അർജൻറ്റ് ഉള്ള കാരണം നമ്മുടെ പുതിയ മൊളിക്സ് ഓയിലോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ പുതിയ വർക്ക്ഷോപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞൊരു 2 ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല, സോറി. അപ്പം ഇനി നമ്മൾ എന്നും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണം 100 സബ്സ്ക്രൈബ് ആവാനായിട്ടുണ്ട് കേട്ടോ, കുറച്ച് സമയം കൊണ്ട്. അപ്പോൾ ഗൈസ്, ഇനി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പവറാക്കുക. നിങ്ങൾ പറ്റുന്നത്ര സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, പ്ലീസ് ഗൈസ്. പറ്റുന്നത്ര സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും പവറാക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പ് കൊണ്ടുപോകാം, മൊളിക്സ് ഓയിലിൽ കൊണ്ടുപോകാം. എടാ പിന്നെ എൻ്റെ സിവിക് ഓൾഡ് എൽസിയും കൊണ്ടുപോകാനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ എന്നെ സ്കാം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്കതിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുമില്ലായ്മേന്ന് ഇത്തിരി എത്തിയതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീ കയറി എൻ്റെ അക്കൗണ്ടിൽ റിമൂവ് ആക്കേണ്ട ഒരാവശ്യം നിനക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് നീ അത് ചെയ്തു. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന എന്തായാലും ഞാൻ മേടിച്ചു തരും. അപ്പം ഞാൻ അവിടേക്ക് എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളെന്തായാലും ട്രോപ്പിക്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രോപ്പിക്സിൽ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് എത്തിയിട്ടോ ഗൈസ്, മുന്നിലുണ്ട്. വർക്ക്ഷോപ്പ് എന്തായാലും എത്തിയിട്ടുണ്ട്. ഇവിടെ കയറ്റിയിട്ട് നമുക്കൊന്ന് പണിത് സെറ്റാക്കി വെക്കാം. ഇപ്പം നമ്മുടെ രാവിലെ തന്നെ ഉണ്ട് ഏകദേശം. അതുകൊണ്ട് പണിക്കാരും എത്തിയിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും രാവിലെ തന്നെയാണ്. ഇപ്പോൾ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇപ്പോൾ നമ്മളവിടെ സുഖമായിട്ട് എത്തിച്ചു. പക്ഷെ ഇടയ്ക്ക് ഓഫാവും കാര്യങ്ങളും ചെയ്തിരുന്നു. അതൊന്നും കുഴപ്പമില്ല. നമ്മളെന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് നമ്മുടെ ചെറുക്കനൊന്ന് സെറ്റാക്കണം. നമ്മുടെ പഴയ സിവിക്ക് നമ്മളെ കുറേ കാലം നമ്മളെ കയ്യിലുണ്ടായതാണ്. അത് പോയി കിട്ടിയ സീനില്ല. നമ്മളിപ്പോൾ അതൊന്നും തൽക്കാലത്തിന് സീനാക്കണില്ല ഇനി. അപ്പോൾ എന്തായാലും പുതിയ സിവിക്ക് നമുക്കൊന്ന് വർക്ക് ചെയ്ത് സെറ്റാക്കണം. റൂഫ് ബോക്സും കാര്യങ്ങളും നമ്മൾ കയറ്റിയിട്ടുണ്ട്. അല്ലാതെ അവിടെ ഓൾറെഡി ഉണ്ടായതാണ്. അതുകൊണ്ട് എന്തായാലും നമുക്കിനി സെറ്റാക്കണം. പിന്നെ മറ്റേ അടിച്ചുകൊണ്ടതിനോട് എടാ എന്തിനാ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഇത് എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അവനോടൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എനിക്കിട്ട് പണിത് ഒരാവശ്യമില്ലാതെ. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പറ്റുന്നവരെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്പറും കാര്യങ്ങളും ഞാൻ ഒന്ന് വിളിച്ച് ഉറപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.